ഒരു കാലത്ത് ഋഷിപുങ്കവന്മാരുടെ നാട്, ആധ്യാത്മികതയുടെ മകുടമായിരിക്കുന്ന രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ കാടന്മാരുടെ, രാക്ഷസന്മാരുടെ, അന്ധകാര ശക്തികളുടെ കറുത്ത നാടാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണമുണ്ടാകണം. അവർക്ക് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിൻ്റെ ആരാധന നടത്തുവാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയുടെ സംരക്ഷണം ക്രിസ്ത്യാനികൾക്കുണ്ടാവണം. അവിടെയെല്ലാം അന്ധകാരത്തിൻ്റെ ശക്തികൾ തേർവാഴ്ച നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടതായ ഭരണ നേതൃത്വം ശബ്ദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടാകും. നമസ്കാരം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ലോകം ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവിൽ ഭയത്തിൻ്റെ കറുത്ത പാടുകളാണ് പടരുന്നത്. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നത് പ്രത്യാശയുടെ പ്രകാശമായിട്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ആ പ്രകാശത്തെ കെടുത്തിക്കളയാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയവുമായി ചിലർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ക്രിസ്മസ് സന്ദേശങ്ങളിൽ സഭാധ്യക്ഷന്മാർ ഉയർത്തുന്ന വാക്കുകൾ കേവലം പ്രാർത്ഥനകൾ അല്ല, മറിച്ച് ഈ രാജ്യം നേരിടുന്ന അതീവ ഗൗരവകരമായ സാഹചര്യത്തോടുള്ള പ്രതിഷേധമാണ്. ഋഷിപുങ്കവന്മാരുടെ നാട് ഇന്ന് രാക്ഷസന്മാരുടെ നാടായി മാറുന്നു എന്ന് പരിശുദ്ധ കാത്തോലിക്ക ബാവയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്നത് എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നതിൻ്റെ തെളിവാണ്. വസുദൈവ കുടുംബകം എന്ന് പ്രസംഗിക്കുകയും അണിയറയിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെയാണ് സഭ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. അക്രമം ഭരണകൂട ഒത്താശയോടെ ആണോ? ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാളുകൾ തകർക്കപ്പെടുന്നു. സാന്താക്ലോസിൻ്റെ രൂപങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു. ക്രിസ്മസ് അലങ്കാരങ്ങൾ പാടില്ല എന്ന് ആക്രോശിക്കാൻ ഒരു സംഘത്തിന് ധൈര്യം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണകൂടത്തിൻ്റെ നിശബ്ദത അക്രമികൾക്കുള്ള മൗനാനുവാദം അല്ലേ? മോദിയുടെ പള്ളി സന്ദർശനം ആരാധനാ സ്വാതന്ത്ര്യത്തിന് തടസ്സമാവുകയാണോ? പ്രധാനമന്ത്രി പള്ളി സന്ദർശിക്കുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ആരാധന നിഷേധിക്കപ്പെടുന്നത് ഏതുതരം ജനാധിപത്യമാണ്? ബാരിക്കേഡ് കെട്ടി വിശ്വാസികളെ തടയുന്നതും സുപ്രീം കോടതി മുൻ ജഡ്ജിക്ക് പോലും പ്രതിഷേധിച്ച് മടങ്ങേണ്ടി വരുന്നതും ആരെ പ്രീണിപ്പിക്കാനാണ്? ക്രിസ്മസ് പാപ്പയുടെ തലപ്പാവ് വിറ്റവരെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി ആട്ടി ഓടിക്കുന്നത്, കരോളിനെത്തുന്ന കുട്ടികളെ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ? അക്രമികളെ വട്ടന്മാർ എന്ന് വിളിച്ച് കൈ കഴുകുന്ന മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന BJP അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഭരണകൂടം കാത്തുസൂക്ഷിക്കേണ്ട ക്രമസമാധാനത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJPക്ക് എങ്ങനെ ഒഴിഞ്ഞുമാറാൻ ആകും? വഴിമാറി നടക്കാൻ നമ്മൾ പഠിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഓർമ്മിപ്പിക്കുമ്പോൾ അത് വിദ്വേഷത്തിൻ്റെ പാത ഉപേക്ഷിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മൗനം ജനാധിപത്യത്തോടുള്ള വഞ്ചനയാണ്. അന്ധകാര ശക്തികളുടെ തേർവാഴ്ചയ്ക്കെതിരെ മൗനം പാലിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധി ഷൈജു ആന്റണി എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷൈജു ആന്റണി, താങ്കളോടാണ് ചോദ്യം. ഈ ക്രിസ്മസ് ആഘോഷ ചിഹ്നങ്ങളെപ്പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ടോ? എന്താണ് ഇന്ന് ഈ സഭാ അധ്യക്ഷന്മാരൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം? അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നുകൂടി കാണേണ്ടി വരുമോ? ലാൽ, വളരെ പ്രധാനമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്,
സാധാരണഗതിയിൽ ക്രിസ്മസിന് അവിടെ ഇവിടെയൊക്കെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇത് ക്രിസ്മസിന് അവിടെയും ഇവിടെയും ഉണ്ടായ ഒരു പൊട്ടലും ചീറ്റലുമല്ല. വളരെ ആസൂത്രിതമായി ക്രിസ്മസ് തുടങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതിന് ഞങ്ങൾക്ക് ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള RSS അനുകൂല സംഘടനകൾക്ക് വളരെ കൃത്യമായി ഒരു കലാപത്തിന് ആഹ്വാനം നൽകുന്നതിന് തുല്യമായി അവരതെടുത്തു. അതുതന്നെ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. തൊട്ടുപുറകെ UP-യിൽ വളരെ കൃത്യമായി അവർ അവിടെ ഈ ക്രിസ്മസ് ആഘോഷ ദിവസം തന്നെ അതൊരു വർക്കിംഗ് ഡേ ആക്കുകയും അത് ക്രിസ്തുവിൻ്റെ ജന്മദിനമല്ല, വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടെ ഉത്തരവിടുകയും ചെയ്തു. തൊട്ടുപുറകെ രാജസ്ഥാനിലും അത്തരം ഒരു ഉത്തരവ് വന്നു. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്രിസ്മസ് ആഘോഷത്തെ ഇകഴ്ത്തി കാണിക്കാൻ വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് മെത്രാന്മാർ, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ റായ്പൂരിൽ ജോലി ചെയ്യുന്ന 1-2 വൈദികരുമൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അവിടെ ജോലി ചെയ്യുന്ന മറ്റു ചിലരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നാണ്. ഏത് സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയണേ എന്ന് വെച്ചാൽ, ഇവിടെ വ്യാപകമായി മിക്കവാറും എല്ലാ പള്ളികളുടെ മുമ്പിലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. നിങ്ങൾ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല, നിങ്ങൾ കാണാത്തത് അതിനേക്കാൾ ഭീകരമാണ് എന്ന് അവിടെയുള്ള വൈദികർ നമുക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു നിസ്സാരമായൊരു കാര്യമായി നമ്മൾ ഇതിനെ കാണരുത്. അതിൻ്റെ ആഴം അത്രമേൽ വലുതാണ്. മിക്കവാറും എല്ലാ പള്ളികളിലും, ഛത്തീസ്ഗഡിലേക്ക് മിക്കവാറും എല്ലാ പള്ളികളിലും, മധ്യപ്രദേശിൽ, ആസമിൽ മിക്കവാറും എല്ലാ പള്ളികളും, അതായത് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പള്ളികൾ, ഗ്രാമപ്രദേശങ്ങളിൽ അത്ര പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ടൗൺ കേന്ദ്രീകരിച്ചുള്ള പള്ളികളിൽ വ്യാപകമായ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും RSS അനുകൂല സംഘടനകൾ പ്രതിഷേധമുണ്ടാക്കി. അതുണ്ടാക്കിയതിൻ്റെ ഫലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശിനോടുള്ള ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ കുരിശിനെ പിഞ്ചൊല്ലുന്നവരോടുള്ള യുദ്ധമാണ്. അത്തരമൊരു യുദ്ധമാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് RSS അനുകൂല സംഘടനകൾ. കുരിശിനെ പിഞ്ചൊല്ലുന്ന ഞങ്ങളെപ്പോലെയുള്ള ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. ആ ക്രിസ്ത്യാനികളോട് വ്യാപകമായി യുദ്ധം ചെയ്യുകയാണ്. കുരിശ് നാട്ടിയിരിക്കുന്ന സകലയിടത്തും എരച്ചു കയറുകയാണ്. അങ്ങനെ എരച്ചു കയറുമ്പോൾ സാന്താക്ലോസ് ഇവരുടെ ഒരു ശത്രുവിനെ പോലെയാണ്. സാന്താക്ലോസിനെ കാണുമ്പോൾ വലിച്ചെറിഞ്ഞ് താഴെ എറിയുകയാണ്. ചുവന്ന നിറം, ചുവന്ന തൊപ്പി, സാന്താക്ലോസിന്റെ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി ധരിച്ചു പോകുന്നവരോട് പോലും ഇവർക്ക് ശത്രുതയാണ്. ചുവന്ന നിറം കാണുന്നത് വല്ലാത്ത അലർജിയായി മാറിയിരിക്കുന്നു. അത്തരം ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മാനം കെടുത്തുന്ന ഒരു നിലപാടിലേക്ക് RSS അനുകൂല സംഘടനകൾ പോയി എന്നുള്ളത് ലജ്ജയോടെ നമ്മൾ കാണേണ്ടതാണ്. അതിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവര് എരച്ചു കയറിയ ഒരു സ്ഥലം ഒരു ഓഡിറ്റോറിയമായിരുന്നു. ആ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് ഇവർ താഴേക്ക് നോക്കുമ്പോൾ ചുവന്ന കാർപ്പറ്റാണ്, കസേരകളെല്ലാം ചുവപ്പാണ്. ആ ഓഡിറ്റോറിയത്തിന് ക്രിസ്മസുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ ചുവന്ന കാർപ്പറ്റും ചുവന്ന കസേരയും കണ്ട് ഓഡിറ്റോറിയം മുഴുവൻ അടിച്ചു തകർത്തു. റായ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാളാണ് മാഗ്നറ്റോ മാൾ. ആ മാളിനകത്തേക്ക് ഇവർ എരച്ചു കയറി. അവിനാഷ് ഗ്രൂപ്പിന്റെ ആണ് മാഗ്നറ്റോ മാൾ. അത് ക്രിസ്ത്യാനിയുടെ മാളൊന്നുമല്ല. അവിനാഷ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ മാഗ്നറ്റോ മാളാണ്. ആ മാളിനകത്തേക്ക് ഇവർ എരച്ചു കയറിയിട്ട് ആ മാളിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവർക്ക് സെക്യൂരിറ്റി ഉണ്ട്, അവർക്ക് അതിശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാവരും നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ മുഴുവനും ഏതെങ്കിലും ഒരു അക്രമകാരിക്കെതിരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പോലീസ് സംഘം നടപടിയെടുത്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഈ അക്രമകാരികളോട് നിങ്ങളൊന്ന് വെറുതെ ഇരിക്കൂ എന്നെങ്കിലും പറയുന്നതായി നിങ്ങൾ കണ്ടോ? കണ്ടില്ല. എന്ന് വെച്ചാൽ സർക്കാർ ആസൂത്രണം ചെയ്ത കൃത്യമായ പദ്ധതിയായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്. ഇത്രയും കാലം അവർ മറ്റൊരു സമൂഹത്തിന് ഇസ്ലാം മതക്കാരെ വേട്ടയാടിയിരുന്നെങ്കിൽ ഇതാ ക്രിസ്ത്യാനിയെ വേട്ടയാടാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ശരി, ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇതിനെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയേണ്ടി വന്നത്. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ലാലെ ഒന്ന് കേൾക്കണം. ശ്രീ സുരേഷ് ഗോപി പറയാണ്, എൻ്റെ വീട്ടിൽ വരൂ, വീട്ടിൽ ഞാൻ സീരീസ് സെറ്റ് നക്ഷത്രം ഇട്ടിട്ടുണ്ട്. വീട്ടിൽ സീരീസ് സെറ്റും നക്ഷത്രവും ഇട്ടത് കൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇവിടെ കേരളത്തിൽ അടക്കം സംരക്ഷണം കിട്ടുമെന്ന് കരുതേണ്ടതില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയാണ്, കുറച്ച് വട്ടന്മാർ എന്തൊക്കെയോ ചെയ്തു. ആ വട്ടന്മാർക്കെതിരെ, ആ വട്ടന്മാരുടെ സംഘടനകളുടെ എല്ലാം പേരുകൾ RSS അനുകൂല സംഘടനകളാണ്. അവർക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇത്രയും കാലം മുഴുവൻ നമ്മൾ ഈ ക്രിസ്ത്യാനിക്ക് നേരെ നടക്കുന്ന ക്രിസ്ത്യൻ പെർസിക്യൂഷനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് ഈ പെർസിക്യൂഷൻ ശരിയല്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ഏതെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിമാരോ പറഞ്ഞതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടോല, നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അവരാരും അത് പറയുന്നില്ല. മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഇവിടെ ഇത്തരമൊരു അക്രമം നടക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് എന്തൊരു രാജ്യമാണ്? യാതൊരു ക്രമസമാധാന പാലനവുമില്ല. കേറുന്ന ആൾക്കൂട്ടത്തിന് മുഴുവൻ എവിടെയും കയറി ആക്രമിക്കാം. വഴിയോര കച്ചവടക്കാരെ ആക്രമിക്കാം. ചുമ്മാ തൊപ്പി വെച്ച് നടന്നു പോകുന്നവരെ ആക്രമിക്കാം. ബധിരരായ, അന്ധരായ, അംഗപരിമിതരെ ആക്രമിക്കാം. ആരെയും ആക്രമിക്കാവുന്ന തരത്തിലേക്ക് ക്രമസമാധാന നില പാടെ തകർന്നുപോയി എന്ന് പറയാതിരിക്കാനാവില്ല. RSS അനുകൂല സംഘടനകൾ തീ കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് മാത്രം ഓർക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇത് കേട്ടല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ ഒരു വാദമല്ല നമ്മൾ കേട്ടത്. ഈ ക്രിസ്മസ് ദിനത്തിൽ, ഈ രാത്രിയിൽ ശുശ്രൂഷയൊക്കെ നടക്കാൻ പള്ളികൾ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് കേട്ടത്. ഇത് പല ചാനലുകളും ഈ ചർച്ച നടക്കുമ്പോൾ ഇതുപോലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതല്ലാതെയും പുറത്തും ആളുകൾ വല്ലാതെ ഈ രീതിയിൽ പറയുന്നുണ്ട്. സഭയുടെ അധ്യക്ഷന്മാർ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഞാൻ ആ ചോദ്യം കൊണ്ടുവന്നത്. ഋഷിപുങ്കവന്മാരുടെ നാടാണോ ഇത്, രാക്ഷസന്മാരുടെ നാടാണോ എന്ന്. എന്താണ് പറ്റിയത്? കേക്കും കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എല്ലാം നമ്മുടെ കൂടെ ഇപ്പോൾ നിർത്തി കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാബു പ്രസാദ്? ശരിയാണ്, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി അദ്ദേഹം ഇവിടെ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയും രാഷ്ട്രീയ ചായ്വോടുകൂടിയുമാണ് എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തില് ഇപ്പം കേരളം മതേതരത്വത്തിന്റെയും ഇതിന്റെയൊക്കെ വലിയ പുണ്യഭൂമിയും ശക്തമായ മതേതരത്വ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥലവുമാണല്ലോ. അങ്ങനെയുള്ള ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ആ കരോൾ സംഘത്തിനെ ഡിവൈഎഫ്ഐക്കാർ അടിച്ച് പഞ്ഞിക്കിട്ടതും കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല, തീർച്ചയായും ആ സമുദായത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയമില്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഇത് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള 100,000 സംഘടനകളും അല്ലെങ്കിൽ ആ വ്യക്തികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരെ ഓരോ സമയത്ത് ഓരോ സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അതിൻ്റെ അകത്തൊന്നും നമുക്ക് സംശയമൊന്നുള്ള കാര്യമില്ല. അത് ഈ 2014 പൊട്ടിമുളച്ചു വന്ന ഒരു സംഭവങ്ങളാണിത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ
അത് അത്ര നിഷ്കളങ്കമായ ഒരു ഉദ്ദേശമല്ല. ശ്രീ ഷാബു പ്രസാദ്, ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ അവിടെയുള്ള ഭരണകൂടങ്ങൾ എന്താണ് ചെയ്യുക? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? ഈ പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും അല്ലെങ്കിൽ ഒറീസയിലുമൊക്കെ ഉത്തർപ്രദേശിലുമൊക്കെ എന്ത് നടപടിയാണ് എടുത്തത്? ഇവിടെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. സർക്കാർ എന്ത് നടപടി എടുത്തു, അതാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും ഇവിടെ സെലക്റ്റീവായിട്ട് മാത്രം റിപ്പോർട്ടുകളും ചർച്ചകളും കേരളത്തിൽ നടക്കുമ്പോൾ, ഒരു വശം ഒരു കണ്ണുകൊണ്ട് മാത്രം കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ സർക്കാർ എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യം എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അല്ല, അതറിയിക്കേണ്ട ജോലിയല്ലേ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കുള്ളത്? പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെതിരെ ഇത്ര സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നു എന്ന് ക്രൈസ്തവർ ഇപ്പോൾ കരുതുമ്പോൾ. അല്ല, ക്രൈസ്തവരെല്ലാരും കരുതുന്നതല്ല, നിങ്ങളെ പോലുള്ളവർ കരുതുന്നു. പറ്റില്ല. ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ശ്രീ ഷൈജു, അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, ഞാൻ തരാം. പറഞ്ഞോളൂ. ഇല്ല, ഷാബു പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. അപ്പം ഈ ഇവിടെ ആഭ്യന്തരമന്ത്രി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റവരെന്ത് പറഞ്ഞു, ഇവർ ചെയ്യല്ല. അവർ ചെയ്യാനുള്ളത് ചെയ്യുക. അല്ലാതെ നിങ്ങളെ പോലുള്ളവരെ ബോധിപ്പിക്കാനും നിങ്ങളെ പോലെയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനും അല്ല. ഇത് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളായതുകൊണ്ട് ഇവർ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. അതാണ് ജനാധിപത്യം പറയുന്നത്. അതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അവർ ചെയ്തോളും. ജനങ്ങളുടെ ബോധ്യത്തിന്റെ വക്താക്കൾ ജനങ്ങളുടെ ബോധ്യത്തിന്റെ വക്താക്കളാവണ്ട. ആവും സർ, ഞങ്ങൾ എല്ലാവരും അതിന്റെ വക്താക്കളാണ്. ആയിക്കോ. നിങ്ങൾ ആ വേഷം കിട്ടിക്കോ. പക്ഷെ ആ വേഷം കിട്ടിയാൽ മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞങ്ങൾ ആ ചോദ്യം ചോദിക്കും. പക്ഷെ RSSന്റെ ഇത്തരം നടപടികൾ, സംഘപരിവാറിന്റെ ഇത്തരം നടപടികൾ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തുന്നുമില്ല, ഞങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തുകയും ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അഹങ്കാരം കൊണ്ടാണെന്ന് ആളുകൾ വിലയിരുത്തില്ലേ? ആയിക്കോട്ടെ, വിലയിരുത്തിക്കോട്ടെ. ഇക്കാലം മുഴുവനും 100 വർഷമായി RSS ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. 100 കൊല്ലമായി നിങ്ങളും CPM ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ കാലം മുഴുവനും ഇതേപോലെയുള്ള ചോദ്യങ്ങളും ഇതേപോലെയുള്ള ആക്രമണങ്ങളും ഇതേപോലെയുള്ള ആരോപണങ്ങളും ഫേസ് ചെയ്ത് തന്നെയാണ് RSS ഇവിടം വരെ എത്തിയത്. RSS ഏതിനോട് പ്രതികരിക്കണം, എങ്ങോട്ട്, ആരോട് സംസാരിക്കണം, ആരോട് ഉത്തരം പറയണം എന്നൊക്കെ അവര് തീരുമാനിച്ചു. ഇതപ്പോൾ RSSന്റെ ലക്ഷ്യം ഇത് ഈ പറഞ്ഞ അക്രമകാരികൾ പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്മസ് ചിഹ്നങ്ങൾ വേണ്ട, ഇത് സാന്താക്ലോസിൻ്റെ ഇതൊന്നും വിൽക്കണ്ട, ഇവിടെ മറ്റ് ജഗന്നാഥൻ്റെയൊക്കെ രൂപങ്ങളും പൂജാ കാര്യങ്ങളും വിറ്റാൽ മതി എന്നൊക്കെ രാജസ്ഥാനിലോ ഒറീസയിലൊക്കെ പറയുന്നതിൻ്റെ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നാണോ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? അല്ല, ഈ ആന്റി സോഷ്യൽ എലമെന്റ്സ് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മതത്തിന്റെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നില്ലേ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ നടന്ന സംഭവത്തിൽ എന്താ നിങ്ങൾക്ക് മറുപടി ഉള്ളത്? ആലപ്പുഴയിലെ സ്ത്രീകളെ യോജിക്കുന്നുണ്ടോ? ഏത് എന്താണ് ആര് പറഞ്ഞതിനോട്? ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? മോഹൻ ഭാഗവത് ഇന്നും ഇന്നലെയല്ല. RSSന്റെ എന്നത്തെയും നിലപാടാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് RSSന്റെ നിലപാടാണ്. അല്ല, അപ്പൊ അതിന് തുടർച്ചയായിട്ടാണ് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ക്രിസ്മസ് ദിനത്തെ വാജ്പേയിയുടെ ജന്മദിനമാക്കി മാറ്റി അവധി ഒഴിവാക്കുന്നത്. കഴിഞ്ഞ 100 വർഷമായി RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നതും RSSന്റെ സുവ്യക്തമായ നിലപാടാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള കാര്യം. അത് RSSന്റെ സർസംഘചാലകൻ ഭരണഘടനയുടെ സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പും ഈ രാജ്യത്ത് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, പാരമ്പര്യം ഉണ്ടായിരുന്നു, ഇതിന് ഹിന്ദു രാഷ്ട്ര സങ്കല്പം ഉണ്ടായിരുന്നു. അത് തുടരുന്നു. അതൊന്നുമല്ല എന്റെ ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ സംരക്ഷണം ആവശ്യമില്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ RSS മേധാവി നമ്മുടെ മുമ്പിലുണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എന്റെ ചോദ്യം. ഭരണഘടന
ഭരണഘടന എന്നത് ഇന്ത്യൻ ഭരണഘടനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ അല്ല സംസാരിച്ചു, ഇല്ല, താങ്കൾക്ക് അതിനോട് യോജിപ്പുണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇല്ല, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നാമത് നിങ്ങൾ ഇങ്ങനെ ഞാൻ ലാലിനോട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. തീർച്ചയായും ഞാൻ താങ്കൾക്ക് അതിനുള്ള അവസരം തരുന്നു. താങ്കൾ തന്നെയാണ് മറുപടി പറയേണ്ടത്. പറഞ്ഞോളൂ ഷാബു. ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഡോക്ടർ VPP മുസ്തഫ, നോക്കൂ, ഇതാണിപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർ ഇത് എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ കേട്ടു. ഇപ്പോൾ പറയുന്നതും കേൾക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? തിരിച്ചറിവ് ആർക്കാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത്? ഡോക്ടർ VPP. ലാലെ, ഇവിടെ ശ്രീ ഷൈജു ഉദ്ധരിച്ച RSS തലവൻ്റെ നിലപാട് തൊട്ട് നമ്മുടെ സഹ പാനലിസ്റ്റ് ഷാബു പ്രസാദിൻ്റെ നിലപാട് വരെ ഒരൊറ്റ അച്ചിൽ തീർത്തതാണ്. നമുക്കതിൽ എന്തെങ്കിലും വിസ്മയമോ അത്ഭുതമോ കൗതുകമോ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ RSSൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ നിലപാട് തന്നെയാണിത്. ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം. ആ മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യും. ആ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപമാണ്. ഈ വർഷത്തെ ക്രിസ്മസിന് മാത്രമല്ലല്ലോ, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് എന്തേ അക്രമങ്ങൾ കുറവായിരുന്നോ? അതിന് മുമ്പുള്ള വർഷത്തെ ക്രിസ്മസിന് എന്തേ അക്രമങ്ങൾ കുറവായിരുന്നോ? ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, ക്രിസ്തുമത വിഭാഗത്തിൽ ധാരാളം അവാന്തര വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം ചേർന്നിട്ടുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ലാലെ, ആ കണക്കിൽ എന്താ പറയുന്നത്? 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങളുടെ എണ്ണത്തിന്റെ 500% ഇരട്ടിയാണ്. ഇപ്പൊ അവരുടെ ഭരണം 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഓരോ വർഷവും ഈ അക്രമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ഷാബു പ്രസാദ് പറയുന്ന പോലെ ഭരണകൂടം, സർക്കാർ, പോലീസ് ഇവരെല്ലാം ആത്മാർത്ഥമായി ഇടപെട്ടിരുന്നുവെങ്കിൽ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാബിനറ്റ് മന്ത്രിയും BJPയുടെ അധ്യക്ഷനുമെല്ലാം അവരുടെ അണികളെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ, അവർക്കുള്ള അധികാരം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 2014 മുതൽ ഇപ്പോൾ ഓരോ വർഷവും ക്രിസ്ത്യാനികൾക്കെതിരായി രാജ്യത്തുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കണക്ക് തന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടില്ല എന്ന് നമുക്ക് കാണുന്നത് എന്താ? ഇത് അവരുടെ കൃത്യമായ അജണ്ടയാണ്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയും BJP നേതാക്കളും ഇതുപോലെ ചർച്ചിൽ പോയി ആളുകളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി ഫോട്ടോഷൂട്ടിനൊക്കെ നിന്നുകൊടുത്ത് കേക്ക് മുറിക്കുന്നു. അതേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയും BJP നേതാവും ചർച്ചിൽ പോയ അതേ ഡൽഹിയിൽ ലജ്പത് നഗറിൽ നമ്മൾ കാണുന്നത് എന്താ? അവിടെ BJPക്കാർ, RSSകാർ, ബജ്രംഗദൾകാർ അവിടെ കരോൾ പാടുന്ന സംഘത്തെ പേടിപ്പിച്ച് ഓടിക്കുകയല്ലേ, ആട്ടിപ്പായിക്കുകയല്ലേ. ഇതൊന്നും ഇവിടെ തെരുവിൽ പാടില്ല, ഇവിടെ പൊതുസ്ഥലത്ത് പാടില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പാടിക്കോണം എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവിടെ നിന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് അവരെ ഭയവിഹ്വലരാക്കി ഓടിച്ചു വിടുകയല്ലേ. ഇത് നമ്മുടെ കൺമുന്നിൽ കാണുകയല്ലേ. RSS തലവൻ ഹിന്ദുരാഷ്ട്രമാണ് ഇത് എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഷൈജു ചോദിച്ചത്. ഒറീസയിൽ അവിടെ തെരുവിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ നേരത്തെ ലാൽ സൂചിപ്പിച്ച ഈ സാന്താക്ലോസിന്റെ രൂപങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതചിഹ്നങ്ങളുടെ രൂപങ്ങളും വിൽക്കുന്നു. ആ വിൽക്കുന്നയാൾ ഹിന്ദുമത വിശ്വാസിയാണ്. അയാളത് വെളിവാക്കുന്നുണ്ട്. അവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ അതിന് കച്ചവടം ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന ആ സംഘത്തെയാണ് കാറിൽ പോകുന്ന ഒരാൾ, വഴിയെ പോകുന്ന ഒരാൾ കാണുന്നു. അയാൾ കാറ് നിർത്തിയിട്ട് ഈ സംഘത്തോട് വന്നിട്ട് ആദ്യം പറയുന്ന വാചകം എന്താ? ഹിന്ദു രാഷ്ട്രീയ എന്നാണ്. അപ്പം RSS തലവൻ തൊട്ട് തെരുവിലൂടെ പോകുന്ന ഒരു സാധാരണ RSS ആശയം തലയിൽ കയറിയ വർഗീയവാദി വരെ ഒറ്റ ശ്വാസത്തിൽ ഹിന്ദു രാഷ്ട്രീയ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പുറത്ത് വോട്ട് കിട്ടാൻ വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ക്രിസ്തീയ സഭകളിലെ ഒരു കൂട്ടം പുരോഹിതന്മാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ മറുഭാഗത്ത് ആ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ സാധാരണ ക്രിസ്തുമത വിശ്വാസി വരെ വേട്ടയാടപ്പെടുകയാണ്.
അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില്ലറക്കാരാണോ? ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതൊക്കെ വട്ടന്മാരാണ് എന്ന് പറയുന്നു. വട്ടന്മാർ തന്നെയാണ്. പക്ഷെ ഈ വട്ട ഏത് വട്ട? RSSന്റെ ആശയം തലയിൽ കയറ്റിയ വട്ടാണ്. മതവർഗീയത, വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, ഇതൊക്കെ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSS അവരുടെ അണികളുടെ തലയിലേക്ക് കയറ്റിയതിന്റെ വട്ടാണ്. അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ കരുതുന്നത് പോലെ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ബിസിനസ്സിൽ നിന്ന് ഈ RSSന്റെ അധികാരമൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ BJPയുടെ കൂടെ ചേർന്ന് സജീവമായ ആളാണല്ലോ. അതുകൊണ്ട് ഇതൊരു വട്ടാണ്. ആ വട്ടെന്ന് പറയുന്നത് മതഭ്രാന്താണ്. വിവേകാനന്ദ സ്വാമി സൂചിപ്പിച്ച അതേ മതഭ്രാന്താണ്. അത് മനുഷ്യനെ വട്ടാക്കി മാറ്റും, മസ്തിഷ്ക രോഗിയാക്കി മാറ്റും എന്നുള്ളത് വിവേകാനന്ദ സ്വാമിയുടെ നിലപാടാണ്. ആ വട്ടാണിത്. അതാണ് നമ്മൾ പാലക്കാട് കണ്ടത്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിലെ സംഭവമാണ് ഷാബു പ്രസാദ് പറയുന്നത്. ആലപ്പുഴയിൽ ഉണ്ടായതെന്താ? ഒരു ക്ലബിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അല്ലാതെ അവിടെ കരോൾ നടത്താൻ പാടില്ല, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഞങ്ങൾ ആണ് ഭൂരിപക്ഷം, അതുകൊണ്ട് ഇവിടെ മറ്റു മതക്കാരുടെ കരോളൊന്നും നടത്താൻ പാടില്ല, ഇതിന്റെ പേരിലാണോ ആലപ്പുഴയിലെ ഷാബു പ്രസാദ് സൂചിപ്പിക്കുന്ന സംഘർഷം ഉണ്ടായത്? അവിടെ ഉണ്ടായ സംഘർഷം ഒരു ക്ലബിനകത്ത് 2 ഗ്രൂപ്പുകൾ ഉണ്ടായി. ആ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായ സംഘർഷമാണ്. അതല്ലാതെ കരോൾ നടത്തുന്നതിനെതിരെയോ ക്രിസ്തീയ മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയോ ഉണ്ടായ സംഘർഷമാണോ? ബാക്കി രാജ്യത്തുണ്ടായത് മുഴുവൻ. ഇവിടെ ക്രിസ്തുമത പ്രചരണം പാടില്ല, ക്രിസ്തുമത വിശ്വാസം പൊതുവിൽ തെരുവിൽ കാണിക്കാൻ പാടില്ല, നിങ്ങളുടെ ചർച്ചിൽ പോലും പാടില്ല. അതാണല്ലോ ഷൈജു ചില അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ചർച്ചിൽ മാത്രമല്ല, ഒരു ഓഡിറ്റോറിയത്തിൽ പോലും ചുവന്ന കസേരയും ചുവന്ന പരവതാനിയും കണ്ടപ്പോൾ അത് സാന്താക്ലോസിന്റെ ജോപ്പാണ് എന്ന് കരുതിയിട്ട് അടിച്ചു തകർക്കുന്നത്. അപ്പം അതുകൊണ്ട് ആലപ്പുഴയിലെ സംഭവത്തെ ഷാബു പ്രസാദ് നിങ്ങൾ ഇതിനോട് ചേർക്കല്ല. നിങ്ങൾ എത്ര ഭീകരമായ നിലയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലപ്പുഴയിലെ പാലക്കാട്ടെ പുതുശ്ശേരിയിൽ ഒരു ചെറിയ കരോൾ സംഘത്തെ തടഞ്ഞപ്പോൾ അവിടെ DYFIയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരൊറ്റ ദിവസം 2500 കരോളുകൾ ആ ജില്ലയിലെ എമ്പാടും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം നടന്നു. കേരളം അങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കും. പക്ഷെ ഇത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഒറ്റപ്പെട്ട ഒന്നല്ല, നിങ്ങളുടെ നിലപാടാണ്, അടിസ്ഥാന നിലപാടാണ്. അതുകൊണ്ടല്ലേ ഉത്തർപ്രദേശിൽ ഇത്തവണ ഈ ഡിസംബർ 25-ന്റെ അവധി എടുത്തു കളഞ്ഞില്ലേ? എത്രയോ പതിറ്റാണ്ടുകളായി ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്ന യേശുദേവൻ ജനിച്ച ദിവസം എന്നുള്ള നിലയിലുള്ള ക്രിസ്മസ് ദിനത്തിനുള്ള അവധി എന്തേ ഇത്തവണ എടുത്തു കളയാൻ? ലാലെ അവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ എടുത്തു കളഞ്ഞില്ലേ? കേരളത്തിലെ ഭരണത്തലവൻ ഗവർണറാണ്. ആ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക് ഭവൻ. ഇവരെ പേര് മാറ്റിയല്ലോ രാജ്ഭവന്റെ. ആ ലോക് ഭവന് ഇന്ന് അവധി നിഷേധിച്ചില്ലേ? എത്ര ഭീകരമായ നിലയിലാണ്. അപ്പൊ അധികാരത്തിലേറിയ RSS, അധികാരത്തിലേറിയ മതവർഗീയത, അത് ഫാഷിസത്തിന്റെ സ്വഭാവം പ്രാപിക്കും. അതിന് അധികാരം തന്നെ വേണമെന്നില്ല, അവരുടെ സംഘടനയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലേ? തപാൽ വകുപ്പിൽ നമ്മൾ അത് കണ്ടില്ലേ? എത്രയോ കാലമായി തപാൽ വകുപ്പിലെ ജീവനക്കാർ അവരുടെ കക്ഷി രാഷ്ട്രീയവും ജാതിമത ചിന്തകളും മറന്നിട്ട് ക്രിസ്മസ് ആഘോഷം നടത്തുന്നു. അവരവരുടെ വിശ്വാസമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തേ ഇത്തവണ തിരുവനന്തപുരത്ത് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ ഈ ക്രിസ്മസ് ആഘോഷം ഔദ്യോഗികമായിട്ട് നടക്കാതെ പോയത്? അവിടുത്തെ മതനിരപേക്ഷവാദികൾ വേറെ നടത്തി പുറത്ത്, പക്ഷെ എന്തേ ഔദ്യോഗികമായിട്ട് നടക്കാതെ പോയത്? BMS എന്ന് പറയുന്ന സംഘടന എഴുതി കൊടുത്തൊരു പരാതിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം എത്ര ഭീകരമായ നിലയിലേക്കാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അപകടകരമാണ്. ഇതാണ് ഇടതുപക്ഷം പറയുന്നത്. അത് വലിയ നിലയിൽ ഗൗനിക്കേണ്ട ഒന്നാണ്. നമ്മുടെ നാട്ടിലെ ഈ ഭരണഘടനാ പാരമ്പര്യം മാത്രമല്ല ഷൈജു, നാടിൻ്റെ സംസ്കാരം, പാരമ്പര്യം, ഇതിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സെക്കുലർ ഫാബ്രിക്കിനെ തകർത്തുകൊണ്ട് RSSന്റെ ഏക മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഏകശിലാ സംസ്കാരത്തിലേക്ക് ഈ ഇന്ത്യയെ ചുരുക്കിക്കെട്ടാനുള്ള വളരെ ആസൂത്രിതവും ഗൂഢ പദ്ധതിയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അവർ അധികാരത്തിന്റെ കൂടി തണലിൽ അത് വല്ലാത്ത ഭീകരമായ അവസ്ഥയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നിലയിൽ എല്ലാ മതനിരപേക്ഷവാദികളും ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭം. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ VPP മുസ്തഫ, നമ്മുടെ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദിൻ്റെ പിന്നാലെ നമ്മൾ നിൽക്കുകയാണ്. അദ്ദേഹം തിരിച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്
അസഹിഷ്ണുത എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അത് ഈ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ഈ ഉത്തരത്തോടൊന്നും യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. തിരിച്ചദ്ദേഹം വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ ഷൈജു ആൻ്റണി, നമുക്ക് ഇത് ജനങ്ങളോട് മുന്നോട്ട് പറഞ്ഞു തന്നെ പോകണം. താങ്കൾക്കും തിരക്കുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. താങ്കളോടൊപ്പം കുടുംബമൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ചർച്ച തീർന്ന അങ്ങയോടൊപ്പം ചേരാൻ വേണ്ടി. പക്ഷെ കുറച്ചു നേരം കൂടി അങ്ങ് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കും എന്ന് കരുതുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഭരണകൂടത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പാണല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തോട് BJP ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെ ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. പള്ളികളിലൊക്കെ കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഒരു വശത്ത് ദേവാലയങ്ങൾ സന്ദർശിച്ച് സമാധാനത്തിൻ്റെ സന്ദേശമൊക്കെ നൽകുകയാണ്. അപ്പോഴാണ് മറുവശത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകമായി ഇപ്പോഴെങ്കിലും കാണേണ്ടവർ കാണുന്നുണ്ടോ? അറിയേണ്ട ഘട്ടമല്ലേ ഇത്? ശ്രീ, ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞങ്ങളുടെ അടുത്ത് ആര് വന്ന് ക്രിസ്മസ് ആശംസിച്ചാലും നമ്മൾ ഈ ക്രിസ്മസ് ആശംസകൾ സ്വീകരിക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ക്രിസ്മസ് അങ്ങനെയുള്ളതാണ്. ഇപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ, എൻ്റെ സഹോദരിമാർ, അളിയന്മാർ, അവരുടെ കുട്ടികൾ, അവരെല്ലാവരും വന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ ഇൻ്റർവെൻഷൻ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അങ്ങനെയാണ്. ഈ ക്രിസ്മസ് ദിവസം കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നു, അങ്ങോട്ട് ആഘോഷിക്കുന്നു, അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കേക്ക് കൊടുക്കും, ഇത് ചെയ്യും, ഇതെല്ലാം ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതിനും അപ്പുറം ഒരു കാര്യമുണ്ടല്ലോ. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയുള്ള അറിവേ ഉള്ളൂ. ഞാൻ മാധ്യമങ്ങളിലൂടെ അറിവ് വെച്ച് പറഞ്ഞതല്ല. ഞാൻ അതുകൊണ്ടാണ് ചർച്ച തുടങ്ങിയ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, റായ്പൂരിലൊക്കെ ജോലി ചെയ്യുന്ന വൈദികരോടും മറ്റൊന്ന് രണ്ട് സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ പറയുന്നത്, ഈ മാഗ്രറ്റോ മാളിലുള്ളവർ തന്നെ പറയുന്നത് ഒരു പോലീസുകാരനും വന്നില്ല, ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു ഒറ്റ കേസ് എടുത്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അവർക്ക് പോലും ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കാനോ കേസെടുപ്പിക്കാനോ പറ്റിയിട്ടില്ല എന്ന്, ചെയ്തിട്ടില്ല. ഞാൻ അന്വേഷിച്ച സ്ഥലങ്ങളിലൊന്നും പോലീസുകാർ വന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മൊഴിയെടുക്കുകയോ FIR ഇടുകയോ ചെയ്തിട്ടില്ല. ആരും ഇടപെട്ടിട്ടില്ല. ആരും ഇടപെടാതെ ക്രമസമാധാന പാലനം താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ്. വഴിയെ കൂടി പോകുന്നവർ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഒരു ചുവന്ന ചുരിദാറിട്ട് റോട്ടിൽ കൂടി നടക്കാൻ പേടിയാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെ. ചുവന്ന ചുരിദാറിട്ടാൽ അത് ക്രിസ്മസിന്റെ ഭാഗമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് റോട്ടിൽ കൂടി പോകുന്ന ഏതെങ്കിലും ഒരു RSSകാരൻ വണ്ടി നിർത്തി ഇവരെ ചെത്തിക്കളയുമോ എന്ന് പേടിച്ചിട്ടാ. അങ്ങനെ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹം ഇന്നിവിടെ ഉണ്ട്. ആ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഇതാ ക്രിസ്ത്യാനിയും കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഭയമാണ്, പേര് പറയാൻ പേടിയാണ്. കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. അതത്ര നിസ്സാര കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. അപ്പോ എങ്ങനെയാണ് ഒരു സമൂഹം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 2.4 കോടി ക്രിസ്ത്യാനികളാണുള്ളത്. പണ്ട് മുതലേ 2% ഉള്ളൂ. ഒരിക്കൽ പോലും ക്രിസ്ത്യാനിയുടെ ശതമാന കണക്കൊന്നും കൂടിയിട്ടില്ല. 2.4 4 കോടി ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ വിവിധ സംസ്ഥാനങ്ങളിൽ പേടിച്ച് ജീവിക്കണോ? പേടിച്ച് ജീവിക്കണോ? ഒരു പള്ളി പോകുന്നതിന് മുമ്പ് RSS കാര്യാലയത്തിൽ പോയി അനുവാദം മേടിക്കണോ? എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാനാവുക? ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. 350ഓളം പള്ളികൾ മണിപ്പൂരിൽ അടിച്ചു തകർത്തു വെറും 48 മണിക്കൂർ കൊണ്ട്. 350ഓളം പള്ളികൾ അടിച്ചു തകർത്തു. നമ്മളെല്ലാവരും, ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരെ, ഞങ്ങളെല്ലാവരും കരഞ്ഞു. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ പള്ളികൾ അടിച്ചു തകർത്തത് ശരിയായില്ല എന്ന് മണിപ്പൂരിലെ സർക്കാരോ കേന്ദ്രത്തിലെ സർക്കാരോ ഒരിക്കൽ പോലും പറഞ്ഞില്ല കേട്ടോ, ഒരിക്കൽ പോലും. ഇപ്പോഴും നമ്മൾ ഇത്തരം കരച്ചിലാണ്. ആ കരച്ചിലിനിടയിൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, UP 120ഓളം ക്രൈസ്തവ പുരോഹിതർ
വിവിധ അവാന്തര വിഭാഗങ്ങളിൽ പെടുന്ന ക്രൈസ്തവ പുരോഹിതർ ഇന്ന് ജയിലിലുണ്ട്. എന്തിനാണെന്നറിയൂ? എന്തോ മതപരിവർത്തനം നടത്തി എന്നൊക്കെ പറയുകയാണ്. ആർക്കുമെതിരെ ഒരു കുറ്റപത്രമില്ല, ഒന്നുമില്ല. അവർ ജയിലിലാണ്, ജയിലിൽ കഴിയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു നക്ഷത്രമിടാൻ കഴിയാതെ വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടാണ്. ക്രിസ്മസ് ക്രിബ് ഒരുക്കാനാവില്ല, എന്തിന് ഒരു സീരീസ് സെറ്റ് മേടിച്ച് വീടിൻ്റെ മുമ്പിൽ കത്തിക്കാനാവില്ല, പേടിച്ചിട്ടാണ്. ഭയത്തിൽ ജീവിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുക, മെറി ക്രിസ്മസ് എന്ന് പറയുക? എന്താണെന്നറിയാമോ? ക്രിസ്മസിന്റെ സന്ദേശം കേട്ടപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഹെറോദോസ് അസ്വസ്ഥനായി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം കേട്ടപ്പോ ഹെറോദോസ് അസ്വസ്ഥനായി. ഹെറോദോസ് അസ്വസ്ഥനായി, ആ രാജാവ് ഭരണകൂടം അസ്വസ്ഥമായപ്പോ ഹെറോദോസ് എന്താ പിന്നീട് ചെയ്തതെന്നറിയാമോ? അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിക്കരുത് എന്ന് കരുതി ഹെറോദോസ് 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും ഗളച്ഛേദം ചെയ്ത് കൊന്നുകളയാൻ ഉത്തരവിട്ടു. 2000-ലേറെ കുട്ടികളെ കൊന്നുകളഞ്ഞു എന്നാണ് കണക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇന്നത്തെ ഭരണകൂടം. ക്രിസ്മസിന്റെ സന്ദേശം കേട്ട് അവർ വല്ലാതെ ഭയക്കുന്നു. അവർക്ക് എതിരാണ് ഈ സമൂഹമെന്നവർ കരുതുന്നു. അതുകൊണ്ട് ഈ സമൂഹത്തെ പേടിപ്പിക്കണം. ഈ സമൂഹത്തെ പണ്ടത്തെ പോലെ കൊന്നുകളയാനാവാത്തത് കൊണ്ട് ഈ സമൂഹത്തെ വല്ലാതെ നിശബ്ദമാക്കി കളയാമെന്നാണ് അവർ കരുതുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. ഭരണാധികാരികൾ ഞെട്ടിവിറച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത കേട്ട് ഭരണാധികാരികൾ ഞെട്ടിവിറച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത ആദ്യം കിട്ടിയത് തൊഴിലാളിക്കാണ്, ആട്ടിടയന്മാർക്കാണ്. അവരോട് പറഞ്ഞത് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. സന്മനസ്സുള്ളവർക്ക് മാത്രം, സകല ജനത്തിനും സമാധാനമെന്നല്ല, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇവിടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ. ഭരണകൂടം വല്ലാതെ ക്രിസ്മസിനെ ഭയപ്പെടുന്നു, ക്രിസ്ത്യാനിയെ ഭയപ്പെടുന്നു. കുരിശ് കണ്ടാൽ വല്ലാതെ വെറുപ്പ് കാണിക്കുന്നു, വിദ്വേഷം കാണിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. അത്തരമൊരു സാഹചര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുമ്പോഴും നിങ്ങൾ ക്രിസ്മസ് കേക്കുമായി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഹസ്തദാനം നൽകി മെറി ക്രിസ്മസ് എന്ന് പറയുകയും ചെയ്യും. യെസ്, ഷൈജു ആന്റണി, ഒരുപക്ഷെ ഇതുപോലെ ഇത്രയും ബഹളം ഒക്കെ വെച്ചാൽ പോലും, ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഷാബു പ്രസാദിന് കേക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. അദ്ദേഹം പിന്നെ അല്പസമയത്തിനകം ചേരുന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോഴും ഈ ക്രിസ്മസ് സന്ദേശം ക്രൈസ്തവരെ, ക്രിസ്തുവിനെയൊക്കെ, അവർ പറഞ്ഞ വചനങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ ഷാബു പ്രസാദൊക്കെ. അതുകൊണ്ട് ഷാബു പ്രസാദിനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് മെറി ക്രിസ്മസ് പറയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മളൊക്കെ. യെസ്, തീർച്ചയായും. തീർച്ചയായും ഷൈജു, എനിക്ക് അപ്പോഴും താങ്കൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾക്ക് തിരക്കാണെന്ന് എനിക്കറിയാം, പെട്ടെന്ന് വിടാം. സുരേഷ് ഗോപി പറഞ്ഞ കാര്യം, സീരീസ് സെറ്റും നക്ഷത്ര വിളക്കും ഉണ്ട് വീട്ടിൽ, അവിടേക്ക് ക്ഷണിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ഈ ഘട്ടത്തിലൊരു മറുപടി കൊടുക്കണ്ടേ? കൊടുത്തോ? ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് താങ്കൾ ഈ പറഞ്ഞ ഹെറോദോസിൻ്റെ അസ്വസ്ഥമായ മനസ്സുമായിരിക്കുന്ന ഭരണകൂടത്തോട് ഷാബു പ്രസാദ്, ഞാൻ ഇപ്പോൾ ഒറ്റ മിനിറ്റിനകത്ത് ഞാൻ വരാം, താങ്കളിലേക്ക് വരാം, ഷാബു പ്രസാദിലേക്ക്. പക്ഷേ അതിനുമുമ്പ് ഷൈജു ആൻ്റണി, താങ്കളിത് പൂർത്തിയാക്കൂ. ഈ പറയുന്ന ഹെറോദോസിൻ്റെ മനസ്സുമായിരിക്കുന്ന ഭരണകൂടത്തിനോടുള്ള മറുപടിയാണോ ഇന്ന് പിതാക്കന്മാർ നൽകിയത്? ഋഷിപുങ്കവന്മാരുടെ നാടാണോ, രാക്ഷസന്മാരുടെ നാടാണോ എന്ന് സംശയിച്ചത് ഈ മറുപടിയാണോ? അതെ. ഷാബു പ്രസാദ് ജോയിൻ ചെയ്തെങ്കിൽ ഷാബു പ്രസാദെ വളരെ സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വളരെ സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഒന്ന്, സുരേഷ് ഗോപിയോ മറ്റാരെങ്കിലും ഒരാളോ വീട്ടിൽ നക്ഷത്രം ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പുൽക്കൂട് കെട്ടിയതുകൊണ്ടോ സീരീസ് സെറ്റ് ഇട്ടതുകൊണ്ടോ ക്രിസ്ത്യാനിയെ പിന്തുണയ്ക്കുന്നതാകും എന്ന് കരുതുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ തയ്യാറാകണം.
വീട്ടിൽ വരൂ, ഞാൻ സീരീസ് ഇട്ടിട്ടുണ്ട്, നക്ഷത്രം ഇട്ടിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോ സുരേഷ് ഗോപി പറഞ്ഞോ ആ ചെയ്തവർ ചെയ്തത് കാടത്തമാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. സുരേഷ് ഗോപി പറഞ്ഞത് ആ ചെയ്ത ഏതോ കോൺഗ്രസ്സുകാരാണ്. എന്ത് വിഡ്ഢിത്തമാണ് അത്! പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഭരണകൂടത്തോടുള്ള കൃത്യമായ, സഭയുടെ വിവിധ പിതാക്കന്മാർ പറഞ്ഞത് ഈ ഭരണകൂടത്തോടുള്ള കൃത്യമായ അവരുടെ നിലപാട് തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇനി ഒന്നുകൂടി പറയാം, ഭരണഘടനയുടെ സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞത് ഭരണഘടനയുടെ സംരക്ഷണം വേണ്ട, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്നാണ്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഭരണഘടനയുടെ സംരക്ഷണം വേണം, ആ സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഇന്ത്യയിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് ചേർന്ന് പോരാടിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ ലീവ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ശ്രീ ഷൈജു ആൻ്റണി, താങ്കൾ ഇത്രയും നേരം ചേർന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്കൾക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ന്യൂസ് ആൻഡ് ന്യൂസ്. ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് ഷൈജു ആൻ്റണിക്ക് മാത്രമുള്ള മറുപടി അല്ലല്ലോ വേണ്ടത്. നമുക്ക് ഇന്നത്തെ ദിവസം ക്രൈസ്തവരായ ഒരുപാട് പേർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ ദിവസങ്ങളിലൊക്കെ ആ പ്രശ്നമുണ്ട്. താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴയിൽ നടന്നത് മാത്രമാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ അത് നേരത്തെ ഡോക്ടർ VPP താങ്കൾ പോയപ്പോൾ വിശദീകരിച്ചു. അവിടെ ഒരു ക്ലബിലെ 2 വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ DYFIയുടെയോ ക്രൈസ്തവ സമൂഹത്തിൻ്റെയോ കരോളിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. അങ്ങനെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ ഭരണകൂടത്തിൻ്റെയോട് ചോദിച്ചിട്ടുണ്ട് ക്രൈസ്തവരുടെ ലേബലിലുള്ള സമൂഹങ്ങൾ. ഇന്ന് തമ്പുരാക്കന്മാർ, ഈ പിതാക്കന്മാർ, ഈ സഭയുടെ അധ്യക്ഷന്മാർ ചോദിച്ചതും ഈ പറഞ്ഞ ചോദ്യമാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. മറുപടി ഉണ്ടോ? അവരുടെ സംശയങ്ങൾക്കൊരു മറുപടി കൊടുക്കണ്ടേ? അതോ നിങ്ങളോട് മറുപടി ഇല്ല എന്ന് പറയുമോ ഷാബു പ്രസാദ്? എനിക്ക് ധാരാളം ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ക്രിസ്ത്യൻ സമൂഹമായിട്ടും അങ്ങനെ ആ ഭാഗമായിട്ടൊക്കെ വളരെ വളരെ അടുത്ത ബന്ധമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സത്യം പറയാം, ഒരു സാധാരണ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന ആശങ്കകളോ പ്രശ്നങ്ങളോ ഒന്നും ആ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ ക്രമസമാധാനം, ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ ഈ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഇവിടെ VPP മുസ്തഫ പറഞ്ഞു ആലപ്പുഴ ഒരു ഒറ്റപ്പെട്ട സംഭവം, ഒരു ക്രമസമാധാന പ്രശ്നം. ലാല് പറഞ്ഞു ഇങ്ങനെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഞാനും അത് തന്നെ പറഞ്ഞിട്ടില്ലേ. ഇതുപോലെയുള്ള 140 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ ഈ രീതിയിലുള്ള അങ്ങനെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെയുള്ള ആയിരക്കണക്കിനായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ ഭരണകൂടവും പോലീസും ഒക്കെ ഉള്ളത്. അവർ അതിന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ കാര്യം പറഞ്ഞത് മോഹൻ ഭഗവത്, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇതാണ് RSSന്റെ നിലപാട്, അതിന് ഭരണഘടനയുടെ ഒരു അംഗീകാരം ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാംസ്കാരിക ഹിന്ദുത്വം, ഇത് ഹിന്ദു രാഷ്ട്രം. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം വർക്കല ന്യൂസ് ആണെന്ന് തോന്നുന്നു, അവര് പിന്നെ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. CPMന്റെ ഒരു മെമ്പർ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു. ഇവിടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാർ കാലാകാലങ്ങളിലായി ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണത്. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണോ? ഇത് ഭരണഘടന എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഭരണഘടനാപരമായ എന്തെങ്കിലും ഒരു ബൗണ്ടിങ് അതിൻ്റെ അകത്തുണ്ടോ? അതിനെ അങ്ങനെ മാത്രം അല്ലാതെ ഇതൊരു ഹിന്ദു തിയോക്രാറ്റിക് രാഷ്ട്രമാക്കുക എന്നുള്ളത് RSSന്റെ ലക്ഷ്യമല്ല. അത് പല പ്രാവശ്യം വ്യക്തമാക്കിയതാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവാനിട്ടുമല്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. ശരി, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല, ബഹുമാനിക്കുന്നു. അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ നാടുകളിൽ ഒരുപാട് പലരും. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു എന്റെ വീട്ടിൽ വരൂ, ഞാൻ അവിടെ ക്രിസ്തുമസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതായത് അങ്ങനെ ചെയ്തത് കൊണ്ടോ ഒന്നുമായില്ല. പിന്നെ എന്ത് ചെയ്താലാണ് അദ്ദേഹം ഇത് ഇപ്പം ഇത് ശ്രീ ഷൈജു ആന്റണി പറഞ്ഞ പോലെ ഈ കാണിച്ചത് വളരെ തെമ്മാടിത്തരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും നിങ്ങൾ ഇത് തന്നെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല.
അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണാനോ നിങ്ങൾ തയ്യാറല്ലാത്ത അങ്ങനെയല്ല തയ്യാറില്ല. അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേൾപ്പിച്ചു. ഇനി എനിക്ക് എൻ്റെതായ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് VPP-യിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടപെട്ട് പറയാമല്ലോ. സുരേഷ് ഗോപി ഒരു സാധാരണ ആളല്ല. സുരേഷ് ഗോപി ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്ന ആളാണ്. ഇത് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ തെറ്റാണെന്ന് അപലപിച്ചിട്ട് കാര്യമില്ല. ഇത് കേൾക്കേണ്ടവർക്ക്, ആ വിഷമമുണ്ടാകുന്നവർക്ക് ആശ്വാസവചനമായി ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം. ആ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ അറിയാത്തതാണെന്ന് താങ്കൾ പറഞ്ഞാൽ ശരി. അറിയാത്തതാണെങ്കിൽ ഈ പ്രശ്നം വരുമ്പോൾ, ചർച്ച വരുമ്പോൾ അവരത് എണ്ണി പറയണം. ഈ നടപടികൾ എടുത്തു, കർശനമായ നടപടികൾ എടുത്തു. ഭരണഘടനയിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളല്ല മോഹൻ ഭാഗവത് പറയുന്നതെങ്കിൽ അത് ക്രൈസ്തവ സമൂഹത്തോട് പറയണം. ഭരണഘടനയിൽ പറയുന്നതേ ഇവിടെ നടക്കൂ. മോഹൻ ഭാഗവത് ഇത് പറഞ്ഞതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഭരിക്കുന്നവർ പറയണം. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാർ പ്രശ്നം. ഈ മോഹൻ ഭഗവത് പറഞ്ഞത് RSSന്റെ നിലപാടാണ്, RSSന്റെ കാലാകാലങ്ങളിലായിട്ടുള്ള ആശയമാണ്. ആ ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്നുള്ളതല്ല, തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതുമല്ല. ഇതൊരു സാംസ്കാരിക, ഈ രാജ്യത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയാണ് ഹിന്ദുത്വം എന്നുള്ളത് RSSന്റെ നിലപാടാണെന്നേ. ആ കൾച്ചറൽ ഐഡന്റിറ്റി ഇവിടെ ഈ നാട്ടിൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഉണ്ട്, ഈ രാജ്യത്ത് ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ഉണ്ട്, ഈ രാജ്യത്ത് ദ ഹിന്ദു എന്നൊരു പത്രമുണ്ട്, ഈ രാജ്യത്ത് ഇവിടെ ഏറ്റവും അധികം പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ ജയ് ഹിന്ദ് എന്നാണ്. ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ DYFക്കാർ എറണാകുളം റെയിൽവേ സ്റ്റേഷന് മുമ്പിലോ മറ്റോ സാരേ ജഹാസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാട്ടാണ് പാടിയത്. ഈ ഹിന്ദുവിന്റെ അകത്തൊക്കെയുള്ള, ഈ ഹിന്ദുസ്ഥാനത്തിന്റെ അകത്തും ഇതിന്റെ അകത്തുള്ള ഹിന്ദു ആണെന്നേ RSSന്റെ ഹിന്ദു. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും വർഗീയതയോ അല്ലെങ്കിൽ ഒരു തിയോക്രസിയോ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അത് കാലാകാലങ്ങളിലായിട്ട് RSS പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ശരി. ഡോക്ടർ VPP മുസ്തഫ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇതൊക്കെയാണ് RSS പറയുന്നത്. അതുകൊണ്ട് RSSനോടൊപ്പം നരേന്ദ്രമോദി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്നാണോ ഈ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന പിതാക്കന്മാർക്ക് സംശയമുണ്ടാകുമ്പോൾ അവർക്കുള്ള മറുപടി ഷാബു പ്രസാദ് പറഞ്ഞാൽ മതിയോ? അവർക്കത് മനസ്സിലായി അവർ വീട്ടിൽ പോവുമോ? അവർക്ക് സുരേഷ് ഗോപി ഈ പറഞ്ഞ ക്രിസ്മസ് ട്രീ പോയി കണ്ടാൽ ആശ്വാസം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ നടപടികൾ വേറെ വേണോ? ശ്രീ ഷാബു പ്രസാദ് യഥാർത്ഥത്തിൽ ഇന്ന് വലിയ ധർമ്മസങ്കടത്തിലാണ്. അദ്ദേഹത്തിന് RSSന്റെ യഥാർത്ഥ ഐഡിയോളജി അറിയാം. അതറിയുന്ന ഒരാളാണ് അദ്ദേഹം. അതിനെ മറച്ചു വെച്ചിട്ട് അദ്ദേഹം വേറെ പലതും പറയുന്നു. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന സംഭവങ്ങളെ പ്രതിരോധിക്കാൻ ആലപ്പുഴയിലെ ഒരു ക്ലബിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ വെച്ചിട്ട് അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. എന്തുമാത്രം ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ക്ലബിൻ്റെ തർക്കം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം അവിടെ കരോൾ ഉണ്ടായിട്ടില്ല, ആരും തടഞ്ഞിട്ടില്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ ഒരു കുഞ്ഞിനെയും ആരും എടുത്തെറിഞ്ഞിട്ടില്ലല്ലോ. അതിന് മുമ്പിലത്തെ വർഷവും ഉണ്ടായിട്ടില്ലേ? അവിടെ ഈ വർഷം ആ ക്ലബിലുണ്ടായ ഒരു തർക്കമാണ്. എന്നാൽ പാലക്കാട് കഴിഞ്ഞ വർഷവും ഒരു സ്കൂളിൽ പ്രശ്നമുണ്ടായി. RSSന്റെ ആളുകൾ കയറിയിട്ട് അവിടുത്തെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു. രാജ്യത്തുടനീളം കഴിഞ്ഞ വർഷവും ഇത് നടന്നല്ലോ. ഈ വർഷം മാത്രം ഒറ്റപ്പെട്ടിട്ട് കുറച്ച് സ്ഥലത്ത് നടന്നാലല്ലോ, അതിന് മുമ്പിലുള്ള വർഷവും നടന്നു. അതിൻ്റെ കണക്കുകളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, CPMന്റെ ആളുകളല്ല, ആ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് നേതൃത്വം നൽകുന്ന കാത്തലിക് ബിഷപ്പുമാരും ആളുകളുമാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നത്. അവർ തന്നെയാണ് എന്നിട്ട് കണക്ക് പുറത്തുവിടുന്നത്. ഇതാ ഈ പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ RSSന്റെ അധികാരാരോഹണത്തിന് ശേഷം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമം 2014 തൊട്ട് ഓരോ വർഷവും വർദ്ധിച്ച് ഇപ്പോൾ 500% ഇരട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. അത് ഷാബു പ്രസാദ് പറയുന്ന പോലെ ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണോ? RSSന്റെ ഹിന്ദു സംസ്കാരം ഏതാണ് ഷാബു പ്രസാദെ? അത് 1923 VD സവർക്കർ എഴുതി പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയിലല്ലേ നിൽക്കുന്നത്. അല്ലാതെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള, ഇന്നത്തെ ചർച്ചയ്ക്ക് കൈരളി ഉദ്ധരിച്ച ക്രിസ്തു മതവിശ്വാസി അതിൻ്റെ പിതാവിൻ്റെ ആ ഉദ്ധരണി,
ഈ ഋഷീശ്വരന്മാരുടെ പാരമ്പര്യത്തിൽ ഉള്ളതല്ല. അങ്ങനെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഋഷി പാരമ്പര്യത്തിലുള്ളതല്ല RSSന്റെ ഹിന്ദു സംസ്കാരം. അവർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്ര സങ്കല്പം അത് കൃത്യം ഒരു 100-102 വർഷം മുമ്പ് 1923 VD സവർക്കർ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ ആ ഹിന്ദുത്വ ഐഡിയോളജി എങ്ങനെ നടപ്പിലാക്കും, അതിൻ്റെ പ്രായോഗിക കാര്യങ്ങളാണ് 1948 RSSന്റെ രണ്ടാം സർസംഘചാലക് MS ഗോൾവാക്കർ പ്രസിദ്ധീകരിച്ച ദ ബെഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാര. മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചത് കുരുക്ഷേത്ര പബ്ലിക്കേഷനാണ്. ആ പുസ്തകത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? നമ്മുടെ നാടിന് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. അതിലൊന്ന് ക്രിസ്ത്യാനി, 2 മുസ്ലിം, 3 കമ്മ്യൂണിസ്റ്റ്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലും ആവർത്തിക്കുന്നു RSS. 3M എന്ന് പറഞ്ഞിട്ട് മൈനോറിറ്റി, മിഷൻ, മാർക്സിസ്റ്റ്. ഇങ്ങനെ രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചതാ. അല്ലാതെ ഹിന്ദു സംസ്കാരവും ഹിന്ദു രാഷ്ട്രവും എന്നൊക്കെ RSS പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ഹിന്ദു മതവിശ്വാസികൾ വെച്ചു പുലർത്തുന്ന ഹിന്ദുമത പാരമ്പര്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാവര സ്വാമിയെ അംഗീകരിക്കണ്ടേ? നിങ്ങൾ പന്തളത്ത് RSS അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? ഈ എരുമേലിയിൽ കാണുന്ന ശ്രീ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹചാരിയുമായിട്ടുള്ള വാവരല്ല, അത് മുസ്ലിം സൂഫി വര്യനല്ല, അതൊരു ഹിന്ദു ദേവതയാണ്. അതുകൊണ്ട് അവിടുത്തെ ഈ പള്ളിയും അവിടുത്തെ മുസ്ലിം ആചാരങ്ങളും മാറ്റണമെന്നല്ലേ? നിങ്ങളുടെ ഹിന്ദു പാരമ്പര്യം മറ്റൊന്നാണ്, ഹിന്ദു രാഷ്ട്ര സങ്കല്പം ഇവിടുത്തെ സാധാരണ ഹിന്ദു മതവിശ്വാസിയുടേതല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഓണത്തിന് മഹാബലിയെ അല്ല പൂജിക്കേണ്ടത്, ഓണത്തിന് വരവേൽക്കേണ്ടത് വാമനനെയാണ് എന്ന് RSSന്റെ തത്വചിന്തകന്മാർ, അവരുടെ സൈദ്ധാന്തികന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാമന പൂജക്ക് മാവേലി പൂജയേക്കാൾ പ്രാധാന്യം കൊടുക്കണം എന്ന് കേരളത്തിലെ RSSന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കോടാനുകോടി വരുന്ന സാധാരണ ഹിന്ദുമത വിശ്വാസിയുടെ ഹിന്ദുത്വം ഹിന്ദുവിനെ കുറിച്ചിട്ടല്ല, ആ ഹിന്ദുമത വിശ്വാസത്തെയോ പാരമ്പര്യത്തെയോ അല്ല RSS പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങളതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, അല്ലാതെ മതവിശ്വാസമല്ല. ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ VD സവർക്കറുടെ ഹിന്ദുത്വ എന്ന ഗ്രന്ഥവും ഗോൾവാക്കറുടെ ദ ബെഞ്ച് ഓഫ് തോട്ട്സും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ വിപുലീകരിച്ചതാണ്. അതിൻ്റെ ഭാഗമാണ് ഈ അക്രമ പരമ്പരകൾ. നിങ്ങൾ യഥാർത്ഥ ഹിന്ദു പാരമ്പര്യത്തിലേക്കാണെങ്കിൽ ഈ അക്രമ പരമ്പരകൾ ഉണ്ടാവില്ല. ശരി, എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഷാബുവിനും 1 മിനിറ്റ് VPP മുസ്തഫയ്ക്കും ഞാൻ തരാം. ഷാബു പ്രസാദ്, എനിക്ക് അറിയേണ്ടത് ഇത്ര മാത്രമാണ്. ഈ പറഞ്ഞ RSS അവിടെ പറഞ്ഞോട്ടെ, മോഹൻ ഭാഗവത് അത് പറഞ്ഞോട്ടെ, പക്ഷെ അതൊക്കെ രാജ്യത്തിൻ്റെ താല്പര്യം അതാണ് എന്ന് വരുന്ന രീതിയിൽ ഈ അക്രമം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ കൂടെ നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും സംശയം വരുന്നത്. അക്രമം നടത്തുന്നവരായാലും അവർക്കെതിരെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കണം. അതിനി ആരായാലും, അതിന് മോഹൻ ഭഗവത് ആയാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, അതിൻ്റെ അകത്തൊന്നും ഇവിടെ ഒരു പ്രത്യേക ചർച്ചയുടെയോ ഒരു തർക്കത്തിന്റെയോ ആവശ്യം എടുത്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നതാണ്. ഇതിന്റെ എല്ലാ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എവിടൊക്കെ അതായത് ഓരോ, പിന്നെ നിങ്ങൾ ഓരോ കാര്യവും ഓരോ സമയത്ത് സെലക്റ്റീവായിട്ട് മാത്രം പറയും. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതാണ് ചെറി പിക്ക് ചെയ്ത് അതിനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ശരി, അക്രമം നാളെ നടപടി എടുത്താൽ മതി, പക്ഷേ വേറെ രണ്ട് കാര്യങ്ങൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഈ വാജ്പേയി ജന്മദിനമായതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ അവധി ഇല്ലാതാക്കിയത്. ഒരു കാര്യം നിൽക്കൂ, അറിഞ്ഞല്ലേ? അതായത് ലോക്ക്ഡൌണിലും ഇല്ല. ഈ നാട്ടിലെ പോലീസിന് അവധിയുണ്ടോ ക്രിസ്മസിനും ഓണത്തിനും റംസാനും ഒക്കെ? അപ്പൊ ഉത്തർപ്രദേശില് രാജസ്ഥാനിലും ഒക്കെ പോലീസുകാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ? പോലീസുകാർക്കാണോ ഈ പ്രശ്നം ഉണ്ടായത്? അതായത് ഓരോ സർക്കാർ ഗവൺമെന്റുകൾക്ക് അവരുടെ അവിടുത്തെ നയമനുസരിച്ച് അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാം. ഇവിടെ കൈരളി ന്യൂസിന് അവധിയുണ്ടോ? അതെ, അതാ പറഞ്ഞത്. അപ്പൊ ഉത്തർപ്രദേശിലെ കൈരളിക്കാണോ പ്രശ്നം? കൈരളിയുടെ വാർത്തയ്ക്ക് അവധിയില്ലെന്നാണോ ഉത്തരവ് വന്നത്? അതോ പറഞ്ഞത്? അതായത് ഓരോ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയല്ലേ അതിന് ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്, ഈ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാനല്ല ചൂസ് ചെയ്തത്, VPP അല്ല ചൂസ് ചെയ്തത്. കത്തോലിക്ക ബാവ, ഇന്ന് കത്തോലിക്ക ബാവ
ചക്കാലക്കൽ തിരുമേനി, ഇങ്ങനെ പല ആളുകളുടെയും പേരുണ്ട്, പല സഭകളുടെ അധ്യക്ഷന്മാരാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാകും. അതായത് ഇന്ന് തിരുവനന്തപുരം നഗരസഭയില് കേരളത്തിൽ ആദ്യമായ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രപരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്തിന് തലസ്ഥാന നഗരത്തിന് കൈരളി ന്യൂസ് ഇരിക്കുന്ന ആ നഗരത്തിലെ തിരുവനന്തപുരം BJPയുടെ ഒരു മേയർ വന്നിരിക്കുകയാണ്. അല്ല, മേയർ വന്നില്ല. മേയർ അതേ ഈ ഭൂരിപക്ഷമൊക്കെ തെളിയിക്കണം, അതിനിപ്പോ ഇനി ഒരാളെ കിട്ടണം, അതൊക്കെ വലിയ പരിപാടിയാണ്. എന്താ സംഭവം അറിയാം. എന്തായാലും പതിറ്റാണ്ടുകളായി കൈവച്ചുകൊണ്ടിരുന്ന തലസ്ഥാന നഗരം കൈവിട്ടു പോയതിന്റെ ഒരു നിരാശ നിങ്ങൾക്കുണ്ട്. അത് ഈ കേരളത്തിൽ ചർച്ചയാകുന്നതിൽ നിങ്ങൾക്കുള്ള ശരി, അതുകൊണ്ടാണ് ഡോക്ടർ VPP ഒരു മിനിറ്റ്, ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് ഷാബുവിന് കൊടുത്തു, 1 മിനിറ്റ് VPPക്ക് ഉള്ളൂ, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇതാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനാണ് ഈ ക്രിസ്മസിനെതിരെയുള്ള ഇതിൻ്റെയൊക്കെ വാർത്തയുമായിട്ട് നിങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ സ്വർണ്ണവും ശബരിമലയിലെ സ്വർണ്ണവും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഷാബു പ്രസാദ് ഇന്ന് ധർമ്മസങ്കടത്തിലാണ്. ഇടതുപക്ഷ മാധ്യമങ്ങളാണോ രാജ്യത്തും ലോകത്തും മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് വാർത്തയുണ്ടാക്കിയത്? ഞങ്ങളുടെ കയ്യിൽ വളരെ കുറച്ചേ ഷാബു പ്രസാദേ മാധ്യമങ്ങളുള്ളൂ ഇടതുപക്ഷത്തിന്. ലോകം മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഗതികളെ കുറിച്ച് വാർത്തയുണ്ടാക്കിയത് ആരാണ്? മറ്റ് പല കാര്യങ്ങളിലും നിങ്ങളെ പിന്തുണക്കുന്നവർ തന്നെയല്ലേ. പിന്നെ ഷാബു പ്രസാദ് പറഞ്ഞ ഈ പോലീസും നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് അഖിലാഖിന്റെ കേസിൽ നമ്മൾ കണ്ടില്ലേ? ഒരു മനുഷ്യനെ വീട്ടിൽ കയറിയിട്ട് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ തല്ലിക്കൊന്നു. നിങ്ങൾ ഭരിക്കുന്ന ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ ആദിത്യനാഥിന്റെ പോലീസ് പറയുകയാണ് ആ കേസ് എഴുതി തള്ളണം, ആ കേസ് പിൻവലിക്കണം. ഇങ്ങനെയാണോ നിങ്ങൾ നീതി നടപ്പിലാക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ ക്രമസമാധാനം പാലിക്കുന്നത്? ഷാബു പ്രസാദ്, നോക്കൂ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ചരിത്രമൊന്നും എഴുതിയതായി എനിക്ക് തോന്നുന്നില്ല, താങ്കൾ അങ്ങനെ ആ വാക്കൊക്കെ ഉപയോഗിച്ചെങ്കിലും. ഇപ്പോൾ ഉള്ള വോട്ട് തന്നെ താഴോട്ട് പോയി എന്നാണല്ലോ മൊത്തം വോട്ടുകളുടെ കണക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാൻ പോവുകയാണോ? ഈ ക്രൈസ്തവർ ഈ ക്രിസ്മസോടുകൂടി നിങ്ങളെ കൈവിടുമോ? അവിടെയാണ് ലാലിന്റെ ചെമ്പ് ശരിക്കും പുറത്തു. ഇവിടെയാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശവും ആഗ്രഹവും അത് തന്നെയാണ്. ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലാത്ത ഇപ്പം ഇതൊന്ന് ചർച്ചാ വിഷയമാക്കി ഇതൊരു ഗ്ലോറിഫൈ ചെയ്ത് വലിയ വലിയ സംഭവമാക്കി കഴിയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു BJPയോടുള്ള ഒരു പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതില്ലാതാക്കി BJPക്ക് ഇങ്ങനെ വരുന്ന ഇലക്ഷനിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വായി നിറഞ്ഞോ അറിയാതെയോ അത് വന്നു കഴിഞ്ഞു. പിന്നെ ഇനി വലിയ ചരിത്രമൊന്നും എഴുതിയതായിട്ട് അറിയില്ല. ശരിയാണ്, BJPക്ക് ഓവറോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആ തലസ്ഥാന നഗരത്തിന്റെ ഭരണം BJPയിലേക്ക് വന്നിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ വളരെ വില കുറച്ച് കണ്ടും അവഗണിച്ചും കളയാൻ ശ്രമിക്കുന്നത്. ശരി, അറിയാം, മനസ്സിലാവും, ആ ഫ്രസ്ട്രേഷൻ മനസ്സിലാവും. ശരി, താങ്കൾ അതിൻ്റെ പുറകെ തന്നെ നിന്നതുകൊണ്ട് ഞാൻ ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിൽ നിന്ന് മാറി. ഞാൻ എന്തായാലും VPPക്കുള്ള 1 മിനിറ്റിലേക്ക് പോവാണ്. VPP, നോക്കൂ, നിങ്ങൾ ഇനി ഇതെങ്ങാനും പറഞ്ഞ് ഊതി വീർപ്പിച്ച് ക്രൈസ്തവരുടെ ചെവിയിലേക്ക് ഇതൊക്കെ എത്തിയാൽ അവരുടെ വോട്ട് പോകും, അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് പേടിക്കുന്നത് ഷാബു പ്രസാദ്. നിങ്ങൾ എന്താണ് പറയുക? അല്ല, ഞങ്ങൾക്ക് ആ പേടിയില്ല ഷാബു പ്രസാദേ. ഞങ്ങൾ ഇന്നേ വരെ മതം പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിട്ടില്ല. എല്ലാ കാലത്തും മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഇന്നേ വരെ വികസനമോ പൊതു രാഷ്ട്രീയമോ ചർച്ച ചെയ്തിട്ട് വോട്ട് പിടിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 3ാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ പോലും കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടമല്ല പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. നിങ്ങൾ അയോധ്യയും രാമക്ഷേത്രവും പിന്നെ മുസ്ലിം വിരോധവും പാകിസ്ഥാനും ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് വേവലാതി ഉണ്ടാക്കും. ഒരു ഭാഗത്ത് കേക്കും ഒരു ഭാഗത്ത് കത്തിയുമായിട്ട് പോകുന്ന നിങ്ങൾ പുറത്ത് വെളിവാക്കപ്പെടുകയാണ് ജനങ്ങളുടെ മുന്നിൽ, ആ ക്രിസ്തുമത വിശ്വാസികളുടെ മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ. അതാണ് പ്രശ്നം. പിന്നെ തിരുവനന്തപുരത്തെ ഭരണനഷ്ടം അത് BJPയുടെ കൈകളിലേക്ക് പോയത് ഞങ്ങൾക്ക് വേവലാതി ഉണ്ടെന്നേ. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് BJPയെ പോലെ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വർഗീയ ഫാഷിസ്റ്റ് ശക്തി അധികാരത്തിൽ വരാൻ പാടില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാ ജയിച്ചത്? നിങ്ങളിപ്പോൾ അവിടെ ജയിച്ച 50 സീറ്റിൽ 25 സീറ്റുകളിൽ
UDF-ന്റെ വോട്ട് 1000-ൽ താഴെയായിട്ട് യെസ്, ആ കണക്കിലേക്ക് പോകാനുള്ള സമയമില്ല. എന്തായാലും കൃത്യമാണ്, അവർ അതിനേക്കാൾ കൂടുതൽ നേടുമെന്നും മൊത്തം സംസ്ഥാനത്ത് കൂടുതൽ ശതമാനം വോട്ടുകൾ നേടുമെന്നൊക്കെ കരുതിയെങ്കിലും അത് നേടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ പതിവില്ലാത്ത വിധം, ചരിത്രത്തിലില്ലാത്ത വിധം ഉള്ള ആക്രമണമൊക്കെ നടക്കുന്നത്. ഇതൊക്കെ അധികാരത്തിൻ്റെ തണലിൽ ചില ശക്തികൾ നടത്തുന്ന ഈ തേർവാഴ്ച അങ്ങനെ എല്ലാ കാലവും കൊണ്ട് നടത്താമെന്നും വീട്ടിൽ സീരിയൽ ലൈറ്റും സ്റ്റാറും തൂക്കിയാൽ കേക്കും കൊണ്ട് കൊടുത്താൽ അങ്ങ് എല്ലാ ക്രൈസ്തവരും ഇനിയുള്ള കാലം മുഴുവൻ അങ്ങ് കൂടെ നിൽക്കുമെന്നും കരുതേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം. അത് അറിയാൻ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമോ BJPക്ക്? കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, ഷാബു പ്രസാദ്, ഒപ്പം ഷൈജു ആൻ്റണി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.